നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വിവാഹശേഷം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരെല്ലാം എന്നാണ് പറയാൻ പോകുന്നത്. ഈ പറയുന്ന നക്ഷത്രക്കാർ മറ്റൊരു കുടുംബത്തിൽ വന്നു ചേരുന്ന സമയങ്ങളിൽ ആ ഭവനത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുന്നതാണ്. പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളും സാമ്പത്തികമായിട്ടും സർവൈശ്വര്യത്തോടു കൂടിയിട്ടുള്ള മനസ്സമാധാനത്തോടു കൂടിയിട്ടുള്ള ഒരു കുടുംബമായിരിക്കുന്നതാണ്. എന്നിരുന്നാൽ ഈ വ്യക്തികൾ ജനിച്ച വീട് വിട്ട് അകന്നു കഴിഞ്ഞാൽ ആ ജനിച്ച ഭവനത്തിൽ വളരെ സങ്കടകരമായിട്ടുള്ള പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നതുമാണ്. ഇത്തരക്കാർ ഭവനം വിട്ട് അകന്നു കഴിഞ്ഞാൽ ഭവനത്തിലുള്ളവർ വളരെ സങ്കടപ്പെട്ട ഒരവസ്ഥകളായിട്ടാണ് കാണുന്നത്. അതിനാൽ ആ ഭവനത്തിലുള്ള അച്ഛനമ്മമാർക്കും മറ്റുള്ളവർക്കും അറിയാവുന്നതുമാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ അകന്നത് കാരണത്താലാണ് ഈ വീട്ടിൽ സന്തോഷവും സമാധാനവും കുറയാനുള്ള കാരണമെന്ന്. പക്ഷേ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരവസരം എന്ന് പറഞ്ഞാൽ മംഗല്യത്തിന് ശേഷമാണ് കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നത്. ആ ഭവനം എന്താണോ ആഗ്രഹിക്കുന്നത്, പലതരത്തിലുള്ള സൗഭാഗ്യങ്ങൾ എന്ന് വെച്ചാൽ വീടാവാം, വാഹനമാവാം, ഭൂസ്വത്തുക്കൾ, ബിസിനസ് കാര്യങ്ങളിൽ വൻ ലാഭങ്ങൾ ഉണ്ടാവുന്നതും അങ്ങനെ പലതരത്തിലുള്ള ധനലാഭങ്ങൾ ഭവനത്തിലുണ്ടാവുന്നതുമാണ്. വൻ നേട്ടങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്നൊരു സമയമാണ്. ആഗ്രഹിക്കുന്നതെന്തും നേടാനുള്ള ഒരവസരം കൂടി കാണുന്നുണ്ട്. വാഹനം വാങ്ങാനുള്ള താല്പര്യമുള്ള വ്യക്തികൾക്ക് അതിന് യോജിച്ച ഒരു സമയം കാണുന്നു. ഭൂമി സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള തടസ്സങ്ങളാൽ വാങ്ങാൻ കഴിയാത്തതും പലതരത്തിൽ കയ്യിൽ എത്താത്തതുമായിട്ടുള്ള ധനലാഭങ്ങളിൽ നിന്നൊക്കെ നഷ്ടങ്ങൾ മാത്രം സംഭവിച്ച അവസ്ഥകളിൽ നിന്നൊക്കെ മാറി ഭൂമി കൈവരാനും നഷ്ടപ്പെട്ട പണം കയ്യിലെത്താനും എല്ലാം സർവൈശ്വര്യത്തിനും നല്ലൊരു സമയമായിട്ടാണ് കാണപ്പെടുന്നത്. നക്ഷത്രക്കാർ ആരെല്ലാം എന്ന് വെച്ചാൽ കാർത്തിക, അത്തം, രോഹിണി, മകയിരം, രേവതി, പുണർദം, മകം, തിരുവാതിര, ചോതി. എല്ലാ അനുഗ്രഹങ്ങളും സഫലമാവാൻ ഭഗവാനെ പ്രാർത്ഥിക്കൂ. എല്ലാം ശുഭം.